അത് കണ്ടോ ഗൈസ്, അവിടെ എന്തോ ഒരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തല വെച്ച് കൊടുത്ത എന്തിനെങ്കിലും ഒന്ന് തല വെച്ച് കൊടുത്ത പിന്നെ പണിയാണ്. അതായത് ഈ ഒരു ബ്രിഡ്ജിന്റെ മേലെയാണ് കേട്ടോ വരുന്നത്. ആ ബ്രിഡ്ജിന്റെ സെൻട്രൽ പൊസിഷനിലാണ് ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോന്നൊന്നും അറിയില്ല. ഞാൻ എന്തായാലും ഇതിലൂടെ കയറിയിട്ട് അതിലൂടെ ഒരു കുതിര വണ്ടി വരുന്നുണ്ടാ. सीनरी एनवायरमेंटल पार्क है ना. अच्छा प्लेस है ना. अच्छा नहीं है. तुमको अच्छा नहीं है, हमको अच्छा है. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ബാംഗ്ലൂരിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് കോൾസ് പാർക്ക്. അപ്പോൾ ഇവിടെ ഈ ഒരു പാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, ഒരുപാട് കുട്ടികളായിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, വാക്കിങ്ങിനും അത്യാവശ്യം ഓപ്പൺ ജിമ്മും കാര്യങ്ങളൊക്കെ വരുന്നൊരു പാർക്കാണ് കേട്ടോ. അല്ലാതെ സദാചാര ബോധത്തോട് കൂടിയിട്ട് ഒരിക്കലും ഇത് കാണണ്ട, അതിന് മാത്രം ഇവിടെ ഒന്നുമില്ല. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇങ്ങോട്ട് വന്നപ്പോഴേക്കും അത്യാവശ്യം ആളുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഈവനിങ് ടൈമാണല്ലോ, അപ്പോൾ കപ്പിൾസ് മാത്രമല്ല ഉണ്ടാവുള്ളൂ, ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പിള്ളേരും കാര്യങ്ങളൊക്കെ. അവിടെ പിള്ളേർക്ക് കുറച്ച് എന്താ പറയുക, കുറേ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ആ ഒരു ഭാഗത്തേക്കൊന്ന് പോയി നോക്കാട്ടോ നൈസായിട്ട്. അവിടെയൊക്കെ ഇരിക്കാൻ നല്ല രസമായിരിക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ അടിപൊളിയായിരിക്കും, സൂപ്പറായിരിക്കും അവിടെ ഇരിക്കാനായിട്ട്. ഇതുണ്ട് അവരിയ്ക്കുന്നുണ്ടോ, ആ ഒരു സെറ്റപ്പിൽ അവിടെ ഇരിക്കാനായിട്ട് അടിപൊളിയായിരിക്കും. കാരണം മരങ്ങളുടെ തണലല്ലേ. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. സംഭവം ജിമ്മാണ് കേട്ടോ, ഓപ്പൺ ജിമ്മാണ്, അടിപൊളിയാണ്. അവിടെ അത്യാവശ്യം പ്രായമായ ഒരു ലേഡി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. സംഭവം നൈസാണ്, സൂപ്പറാണ്. ഒരുപാട് ആക്ടിവിറ്റീസുകളുണ്ട് കേട്ടോ, ഒരുപാട് ഐറ്റംസുകളുണ്ട്. ഇവിടെ കണ്ടോ, ചെറിയ പിള്ളേരാണ് വർക്കൗട്ട് ചെയ്യുന്നത്. കട്ട ഐറ്റംസുകളുണ്ട് കേട്ടോ. നമ്മൾ വന്ന ആ ഒരു സൈഡല്ല ഇത് തോന്നുന്നു. കുറച്ച് ഇപ്പം തന്നെ സൈഡ് കാണാം. വർക്കൗട്ട് ചെയ്യുന്ന അഭ്യാസങ്ങളുണ്ട് അവിടെ. കിന്നാരം പറഞ്ഞിരിക്കുന്ന കപ്പിൾസിനെയൊക്കെ കാണാം. ഹിൽ കാച്ചർ അവരോട് വർക്കൗട്ട് ചെയ്തതല്ലേ. അത് ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ യൂട്യൂബ് ചാനലിലാണോ, ചാനലിൻ്റെ നെയിം എന്താ, കാരണം അവരെടുത്തില്ലേ. എന്താ ചെയ്യുക, ബാംഗ്ലൂർ ആരാധകരായി തുടങ്ങി. പിള്ളേരൊക്കെ വേറെ ലെവലാണ് കേട്ടോ, പിള്ളേർ അടിപൊളിയാണ്. അപ്പോൾ നമ്മളിത് ഈ ഒരു പാർക്കിൽ നിന്ന് എക്സിറ്റ് ആകാൻ പോവുകയാണ്. എക്സിറ്റ് ആയിട്ട് ആ ഒരു റോഡ് കണ്ടോ, പുറത്ത് കാണുന്നത്, ആ ഒരു റോഡ് അവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ട് നടക്കണം. നമുക്ക് ബസ് വന്നിറങ്ങിയത്, ഞാൻ ബസ്സിൽ പോയിക്കൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. ജസ്റ്റ് പാർക്ക് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനെന്താ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കറക്റ്റ് ഞാൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ ഞാനൊന്ന് ഉണർന്നു. ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയിരുന്നു കേട്ടോ. 1 മണിക്കൂറോളം യാത്ര വരും. ബാംഗ്ലൂരിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളൂന്നുണ്ടെങ്കിലും ഈ ഒരു ടൈം, അതായത് 4 to 5 മണി വരെ, 9 to 10 മണി വരെ ഓഫീസ് ടൈമാണല്ലോ, ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ഒരു കുതിര വണ്ടി വരുന്നുണ്ടാ. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും തിരിച്ചങ്ങോട്ട് നടക്കാം കേട്ടോ. തിരിച്ചങ്ങോട്ട് നടന്നിട്ട് ബാക്കി കാര്യങ്ങൾ അവിടെ നിന്ന് നോക്കാം. ഇനി എങ്ങോട്ട് പോകണം കാര്യങ്ങളൊക്കെ അവിടെ ചെന്നതിന് ശേഷം, മെജസ്റ്റിക്കിൽ പോയതിന് ശേഷം നമുക്ക് നോക്കാം. ഇവിടെ കിഴങ്ങുകൾ കണ്ട, കപ്പ, ചോള ഉണ്ട്. ഇതെന്ത് കിഴങ്ങ്, കിഴങ്ങ് പോലത്തെ സാധനം. എന്തേലും ആവട്ടെ. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോംബെ സാൻഡ്വിച്ചുകളുടെ കടയാണ് കേട്ടോ. ഡിസ്കൗണ്ട് 250 ഫിക്സഡ് റേറ്റ്, 250 റുപ്യ ഏതെടുത്ത് കഴിഞ്ഞാലും ഫിക്സഡ് റേറ്റ് ആണ്. വിലയൊന്നും പേശാൻ പറ്റില്ല കേട്ടോ. നമുക്ക് എന്തായാലും പാൻറ്റിൻ്റെ ആവശ്യമില്ല.
ഇവിടുത്തെ മെയിൻ ഐറ്റമാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഉള്ള ഒരു മെയിൻ ഐറ്റമാണ് ആവി പറക്കുന്ന ആ ഒരു ചോളം കണ്ട. അത് ഈ ഒരു ടൈമിൽ ഇവിടുത്തെ മെയിൻ ഐറ്റമാണ്. പിന്നെ അവിടെ ഫ്രൂട്ട്സിൻ്റെ എന്തൊക്കെ പരിപാടികളുണ്ട്. കട്ട് ഫ്രൂട്ട്സ് ഐറ്റംസിലൊക്കെ വരുന്നത്. ಇದು ಎಷ್ಟು 40 40 രൂപയുടെ കട്ട് ഫ്രൂട്ട്സ് ആണ് കേട്ടോ. അതിലെന്തെങ്കിലുമൊക്കെ പൊടികളൊക്കെ കേട്ടോ. തോടാ സിറപ്പാ, ഷുഗർ സിറപ്പാ. 40 രൂപ വരുന്നുള്ളൂ കേട്ടോ. ഏകദേശം ഇവിടെ ഫ്രൂട്ട്സിന് വില കുറവാണല്ലോ. ഏകദേശം ഒരു 1/2 കിലോനോളം വരുന്നുണ്ട്. വലിയ പാത്രമാണ് കേട്ടോ. ഒരുപാട് കട്ട് ഫ്രൂട്ട്സ് വരുന്നുണ്ട്. ബനാന വരുന്നുണ്ട്, ആപ്പിൾ വരുന്നുണ്ട്, പപ്പായ വരുന്നുണ്ട്, പൈനാപ്പിൾ വരുന്നുണ്ട്, പിന്നെ ഒരു ഈത്തപ്പഴം വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത് നൈസായിട്ടൊന്ന് കഴിച്ച് നോക്കട്ടെ. നമ്മളിങ്ങനെ ഇവിടെ ക്യാമറ ഒക്കെ തൂക്കിയിട്ട് നടക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ ചാനലിൻ്റെ പേര്. എന്തായാലും ബാംഗ്ലൂർ ഒന്നും ആഞ്ഞു പിടിച്ച് കഴിഞ്ഞാണ്ടല്ലോ ഇവിടെ നിന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1K സബ്സ്ക്രൈബേഴ്സിനെ ഒപ്പിക്കുക. പക്ഷെ അങ്ങനെ വേണ്ട. നമുക്ക് എന്താ പറയുക, അവരെ ഒപ്പിച്ചിട്ട് കാര്യമില്ല, സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല. അവർ വീഡിയോസ് കാണില്ല. അവർക്കുണ്ടോ ഞാൻ പറയണത് വല്ല മനസ്സിലാവണേ. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലല്ലേ കാണുള്ളൂ. പൊരി ഐറ്റംസ്, പാനിപൂരി ഐറ്റംസുകളാണ് തോന്നുന്നു. അങ്ങനെ ഇവിടെ നിന്ന് നമുക്ക് മെജസ്റ്റിക്കിലേക്ക് ബസ് കിട്ടിയിട്ടുണ്ട്. 15 രൂപയാണ് മിനിമം ചാർജ് വരുന്നത്. സ്വിഫ്റ്റ് ബസ്സാണ് കേട്ടോ. അടിപൊളി യാത്രയായിരിക്കും. എന്തായാലും കുറച്ച് ഷോർട്ട് ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം എടുക്കും. ട്രാഫിക് ആണല്ലോ ഈ ഒരു സമയത്ത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടക്ടർമാർ ബാലൻസ് പൈസ തരില്ല. ടിക്കറ്റിൻ്റെ പുറകിൽ എഴുതി വെക്കുകയുള്ളൂ. നമ്മൾ സ്റ്റാൻഡിൽ എത്തിയിട്ട് തിരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും, അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല. ആ പൈസ അവർക്ക് ലാഭം. ഒന്ന് ശ്രദ്ധിച്ചേക്കണം ഗൈസ്. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഓഫീസ് വരുന്നതാ. ഇന്ത്യൻ എക്സ്പ്രസ് നല്ല റഷാണ് കേട്ടോ ഈ ഒരു സമയത്ത് ബാംഗ്ലൂർ. ഫ്രണ്ടിൽ നോക്കിയാൽ പിന്നെ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഉയരത്തിലിരുന്നിട്ട് ഇങ്ങനെ എല്ലാം കാണും ചെയ്യുക. അടിപൊളിയായിട്ടുള്ള യാത്രയാണ്. ബാംഗ്ലൂർ ഗവൺമെൻറ് ഓഫീസാണ്. വിധാൻ സൗദ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. ഒന്ന് കണ്ടട്ടാ ഒരു ബിൽഡിങ് കണ്ടോ, ഒരു രക്ഷയില്ല. എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. പെട്ടെന്നായിരുന്നു കിടന്നത്. വിധാൻ സൗദ സംഭവം നോക്കിയേ. ഗവൺമെൻറ് വർക്ക് ഈസ് ഗോഡ്സ് വർക്ക്. ഗവൺമെൻറ് ജോലി ദൈവത്തിൻ്റെ. അടിപൊളിയല്ലേ? ഒരു ബിൽഡിങ്ങിനെ നോക്കിയാൽ മൈസൂർ പാലസിനേക്കാളും ഉണ്ട് മാതിരി സെറ്റപ്പ്. അങ്ങനെ നമ്മൾ മെജസ്റ്റിക്കിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളാണ് കാണാൻ പോകുന്നത്. അത് കണ്ടോ ഗൈസ്, അവിടെ എന്തോ ഒരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തല വെച്ച് കൊടുത്ത, എന്തിനെങ്കിലും ഒന്ന് തല വെച്ച് കൊടുത്ത പിന്നെ പണിയാണ്. ഷൂട്ടിങ്ങിനെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അതായി അംഗം വിട്ട്. അതുകൊണ്ട് നമുക്ക് മാറ്റി പിടിക്കാം. വെറുതെ ജസ്റ്റ് ഇവിടെ ആദ്യമായിട്ടൊക്കെ വരുന്നവരെ ശ്രദ്ധയ്ക്ക് ഇതുപോലുള്ള വള്ളിക്കെട്ട് കേസുകളിലൊക്കെ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയിട്ട് തല വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പണിയാണ് കേട്ടോ. പണിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല അടിപൊളി പണി തന്നെ ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ. അതായത് ഈ ഒരു ബ്രിഡ്ജിൻ്റെ മേലെയാണ് കേട്ടോ വരുന്നത്. ആ ബ്രിഡ്ജിൻ്റെ സെൻട്രൽ പോർഷനിലാണ് ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോന്നൊന്നും അറിയില്ല. ഞാൻ എന്തായാലും ഇതിലൂടെ കയറിയിട്ട് അതിലൂടെ പോയിട്ട് ഇറങ്ങാൻ പോവുകയാണ്. അവരെങ്ങാനും കണ്ടു കഴിഞ്ഞാണ്ടല്ലോ ഞാനുണ്ടാവില്ല, എൻ്റെ ഫോണും ഉണ്ടാവില്ല, ആകെ അങ്ങോട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ ആ ഒരു പരിസരത്ത് കൂടെയൊക്കെ ഒന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പാലത്തിൻ്റെ മേലെ കൂടെയൊക്കെ ഒന്ന് കയറിയിട്ട് ഒന്ന് കറങ്ങി അടിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ആയിക്കോട്ടെ, മറ്റ് ലൈംഗിക തൊഴിലാളികൾ ആയിക്കോട്ടെ, തട്ടിപ്പുകാരായിക്കോട്ടെ, വെട്ടിപ്പുകാരായിക്കോട്ടെ, കള്ളന്മാരായിക്കോട്ടെ, ഏത് തരത്തിലുള്ള ആൾക്കാരായിക്കോട്ടെ, എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് യാത്രക്കാർ, ഫാമിലി ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ, ആ ഒരു ബ്രിഡ്ജ് വഴി പാസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ, നമ്മളൊന്നിനും അങ്ങോട്ട് തല വെച്ച് കൊടുക്കാത്തടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മിസ്ബിഹേവിയൻസോ ഒരു തരത്തിലുള്ള ഒരു ഇറിറ്റേഷനോ കാര്യങ്ങളോ എനിക്ക് പേഴ്സണലായിട്ട് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലിപ്പ് ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. അത് അവരുടെ മാറ്റർ, നമ്മളെ വഴിക്ക്. എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെപ്പോലെ ആദ്യമായിട്ട് ഒരാൾ ഇവിടെ വന്നിറങ്ങിയിട്ട് ഈ ഒരു വഴിയൊക്കെ പാസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു
ബുദ്ധിമുട്ടുകളോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും കൊണ്ടുപോകുന്നോ എനിക്ക് നിങ്ങളിലേക്ക് അത് മാത്രം എത്തിച്ചാൽ മതി. ആ ഒരു ക്ലിപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊരു റീച്ച് നേടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവർ ചെയ്യുന്നത് അവരുടെ പരിപാടി, നമ്മൾ ചെയ്യുന്നത് നമ്മുടേതായ റൂട്ട്, നമുക്ക് പോകാനുള്ളത് മുന്നോട്ട്, അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ പാടെ ചെയ്തിട്ട് നൈസായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.